ഫ്രണ്ട്സ്, ഈ തേനീച്ചക്കൂടുകളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കുളവികളുണ്ടോ. 3-4 കുളവികൾ ചിലപ്പോൾ കൂട്ടമായിട്ട് വന്നിട്ട് തേനീച്ചകളെ പിടിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് താഴെയുള്ള ദ്വാരം കുറയ്ക്കുക എന്നുള്ളത്. നമ്മുടെ അതിൻ്റെ വാതിൽ എൻട്രൻസ് നമ്മൾ തേനീച്ചയ്ക്ക് മാത്രം കിടക്കാവുന്നതാക്കുക. ബാക്കി വാതിലുകളിലെ ആ വിടവുകൾ നമ്മൾ അടച്ചു വെക്കുക. വലിയ വിടവുകളൊക്കെ, ചെറിയ വിടവുകൾ കുഴപ്പമില്ല, കുളവിക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ അല്ലാതെയും കുളവികൾ നശിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു കെണിക്കൂട് വെച്ച് കെണിക്കകത്ത് തേനും അതുപോലെ മെഴുകൂടിട്ട് അങ്ങനെ നശിപ്പിക്കാൻ പറ്റും. പിന്നെ വേറെ മാർഗ്ഗങ്ങളുണ്ട്. കെണിക്കൂടിൽ ഈ നമ്മുടെ കുളവിയെ പിടിച്ച് വൈകുന്നേരം ആകുമ്പോൾ 5 മണി 6 മണിക്ക് ശേഷം അല്പം കഞ്ഞിവെള്ളവും അതുപോലെ ഈ ജമ്പൂടി ചേർത്ത് അതിന് ദേഹത്ത് പൂശുക. അതിനകത്ത് ഒരു തേനീച്ചയും കാണാൻ പാടില്ല. തേനീച്ചകളെല്ലാം ഇറക്കി വിട്ട ശേഷമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അവനെ ഇറക്കി വിടുകയാണെങ്കിൽ അതൊരു കൂട്ടിലേക്ക് പോയി കൂട്ടിലെല്ലാം വംശനാശം വരും. കൂട്ടിലെ ഈ കുളവികളെല്ലാം ചത്തുപോക്കുള്ളൂ. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാവുള്ളൂ. നമ്മുടെ തേനീച്ചക്കൂടുകളിലൊന്നും ഇതൊന്നും പറ്റാൻ പാടില്ല. ദൂരം മാറ്റി അങ്ങനെ ചെയ്യണം. അതുപോലെ ബാറ്റ് കൊണ്ട് അടിച്ചു കൊല്ലാം, ചെരുപ്പ് കൊണ്ട് അടിച്ചു കൊല്ലാം. പിന്നെ ഒത്തിരി കൂടുകൾക്കൊക്കെ ഇതിനൊരു ഒത്തിരി പരിധിയുണ്ട്. കൂടുകൾ കണ്ടെത്തി കൂടുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കൂട്ടിലെ ഇളം പ്രായത്തിലുള്ള ഈ പുഴുവിനെ തിന്നുന്നവരുണ്ട്, വറുത്ത് തിന്നുന്നവരുണ്ട്. അങ്ങനെയും തിന്നാം. നാഗാലാൻഡിലുള്ള ആൾക്കാരൊക്കെ ഇത് വലിയ ഇഷ്ടമാണ് അവർക്ക് തിന്നാനായിട്ട്.